അച്ഛാ, അച്ഛനെപ്പോഴാ വന്നേ? 10-60 കൊല്ലം കഴിഞ്ഞു. ജഗം പുറത്തു മേടിക്കാം. അറിഞ്ഞു. അതെ, അവനിപ്പോ ഇവിടെ സ്ഥിരതാമസമാക്കിയല്ലേ? അല്ല, ഇപ്പോഴത്തെ ബിസിനസ്സിനകത്താണ് നല്ലത്. അച്ഛനെ, ഞാൻ ചായ എടുക്കാം. വേണ്ട, ഒരു സൽക്കാരം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കയറി വന്നത്. നിന്റെ തന്തയുടെ വക. ഈ പ്രകാശന്റെ മുറി ഏതാ? ആ ഭാഗത്താ. അറിയാം. സാറെന്തെവിടെ? ഞാൻ പുറത്തേക്ക് വരാം. ഇവിടെ ഇരുന്ന് സംസാരിച്ചാ മതി. ആയിക്കോട്ടെ സാർ, ഇരിക്കൂ. എനിക്ക് സംസാരിക്കുള്ളത് പ്രകാശനോടാ. നിന്റെ ഭാര്യയോട് പുറത്തു പോകാൻ പറടാ. സുത്രേ, പോയിക്കോ. ഒരു മിനിറ്റ്. ആരെയും അങ്ങോട്ട് വിശ്വാസമില്ല. മുൻ MLA ആയിട്ടോ. ഈ വീട്ടിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവിടെ ഉള്ളവർക്കേ പറ്റൂ. പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് അത് പരിഹരിക്കാൻ പറ്റില്ല. മിസ്സസ് വന്ദന ജഗൻ, ഞാനൊരു പൊതുപ്രവർത്തകനാണ്. പല വീടുകളിലെയും പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. ഈ വീട്ടിൽ എനിക്ക് ഒരു പൊതുപ്രവർത്തകൻ എന്നൊരു സ്ഥാനം വേണ്ടല്ലോ, അല്ലേ? ഇപ്പോ എന്റെ മോനെയും പണ്ട് എന്റെ മോളെയും കെട്ടിച്ചേച്ച വീടല്ലേ ഇത്? അതെ, ഞാൻ വന്നത് എന്റെ മകളുടെ ഒരു പരാതി പരിഹരിക്കാനാ. അതായത് അവളുടെ ഭർത്താവിന് കിട്ടേണ്ടത് വാങ്ങിച്ചു കൊടുക്കാൻ. അതിന്മേൽ ഒരു ധാരണയായിട്ടുണ്ട്. എന്ത് ധാരണ? എന്റെ അച്ഛൻ രക്തം വിയർപ്പാക്കി ഉണ്ടാക്കിയത് മക്കള് തട്ടിയെടുത്തു. അതെ, എല്ലാ മക്കളെയും കെട്ടിച്ചു കൊടുക്കേണ്ടി വന്നില്ലല്ലോ. അവരും അച്ഛന്റെ അമ്മയുടെ പാരമ്പര്യം നിലനിർത്തുകയല്ലേ ചെയ്തത്. ഒളിച്ചോട്ടം. മാധവൻ ചന്ദ്രിക, വന്ദന ജഗൻ, മനോജ് ഹരിത. കഷ്ടം. എന്റെ കൊച്ച എനിക്കാ നഷ്ടം. മക്കളെ ആഡംബരപൂർവ്വം കെട്ടിച്ചുവിടാൻ പാങ്ങില്ലാത്ത മാധവൻ നായർക്ക് ഒടുക്കത്ത ലാഭവും. എന്റെ ഒരു ഗതികേടേ. എന്റെ ഭർത്താവിന്റെ അച്ഛനോടുള്ള എല്ലാ ബഹുമാനവും പുലർത്തിക്കൊണ്ട് പറയാം. എന്റെ അച്ഛൻ അങ്ങനെ മക്കളെ കൊണ്ടുള്ള ലാഭവും നഷ്ടവും നോക്കി നടക്കുന്ന ആളൊന്നുമല്ല. സ്നേഹിക്ക് മാത്രമേ പാവത്തിന് അറിയൂ. എന്റെ അച്ഛനെ കുറ്റപ്പെടുത്തരുത്. കുറ്റപ്പെടുത്തിയ അത് ആരായാലും ഞാൻ സഹിക്കില്ല. അതെ, ഉറപ്പെല്ലാം മറക്കാൻ ശ്രമിക്കുക. എന്നെ അതൊന്നും ഓർമ്മിപ്പിക്കരുത്. വന്ദനെ, നീ ആവശ്യമില്ലാതെ കുറുപ്പ് സാറിന്റെ അടുത്ത് വഴക്കിടാൻ നിൽക്കണ്ട. ചില അത്യാവശ്യ കാര്യങ്ങൾ തീരുമാനിക്കാനാ ഇദ്ദേഹം വന്നത്. എന്നിട്ട് തീരുമാനം എടുത്തോ? ആ, എടുത്തു. എന്ത് തീരുമാനം?
ഉത്തരവാദിത്വമുള്ള എന്റെ ഏട്ടൻ എന്റെ അമ്മായിയച്ഛന്റെ സാന്നിധ്യത്തിൽ എന്ത് തീരുമാനം എടുത്തത്? ഞങ്ങൾക്കൊന്ന് അറിഞ്ഞ കൊള്ളായിരുന്നു. മുതിർന്നവർ തീരുമാനമെടുത്ത് കഴിഞ്ഞു. അത് സമയമാകുമ്പോ ഭവതിയെ അറിയിക്കാം. ദേവി, മനസ്സ് സ്വസ്ഥമാക്കി തരണേ. പഴയതുപോലെ വലിയ വലിയ സങ്കടങ്ങളൊന്നും താങ്ങാനുള്ള ത്രാണി ഇപ്പോ ഈ മാധവന്റെ മനസ്സിലില്ല. സങ്കടത്തിന്റെ കടലിരമ്പൽ കാരണം ഉറക്കം കിട്ടുന്നില്ല. തിരയൊഴിപ്പിക്കാൻ നിനക്ക് മാത്രമേ സാധിക്കൂ.